രാഷ്ട്രീയ ഭൂപടത്തെ അടിമുറി മാറ്റിമറിക്കാൻ ശേഷിയുള്ള പുതിയൊരു സാമുദായിക ധ്രുവീകരണത്തിന് അണിയറയിൽ കളമൊരുങ്ങുകയാണ്. ദീർഘകാലമായി പരസ്പരം കൊമ്പുകോർത്തിരുന്ന NSS SNDP നേതൃത്വങ്ങൾ ഭിന്നതകൾ മറന്ന് ഒന്നിക്കുന്നതിലൂടെ സംസ്ഥാനത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ വലിയൊരു ഭൂകമ്പത്തിനാണ് സാധ്യത തെളിയുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരെ ഉയർത്തിയ കടുത്ത വിമർശനങ്ങളും ഈഴവ വിരുദ്ധനെന്ന ആരോപണവും വെറും ഒരു രാഷ്ട്രീയ പ്രസ്താവനയല്ലെന്നും മറിച്ച് കൃത്യമായ ലക്ഷ്യങ്ങളുള്ള നീക്കമാണെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരും ഈ പുതിയ ഐക്യനീക്കത്തെ അനുകൂലിക്കുന്നു എന്ന സൂചനകൾ പുറത്തുവരുന്നതോടെ UDFന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വലിയ വിള്ളലുകൾ ഉണ്ടാകുമെന്നത് ഉറപ്പായിട്ടുണ്ട്. മുൻപ് വലിയ ചർച്ചയായ നായാടി മുതൽ നസ്രാണി വരെ എന്ന ഐക്യ മുദ്രാവാക്യം വീണ്ടും സജീവമാകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്നതിലൂടെ കോൺഗ്രസിന്റെ സാമുദായിക അടിത്തറ ഇളക്കുക എന്ന തന്ത്രമാണ് വെള്ളാപ്പള്ളി നടേശൻ പയറ്റുന്നത്. സതീശൻ ഈഴവ വിരുദ്ധനാണെന്ന് ആരോപിക്കുമ്പോഴും KPCC പ്രസിഡന്റ് K സുധാകരനെ പുകഴ്ത്തുന്നതിലൂടെ കോൺഗ്രസിനുള്ളിൽ തന്നെ ഭിന്നിപ്പുണ്ടാക്കാൻ സാമുദായിക നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ മുന്നേറ്റവും സർക്കാരിനെതിരെയുള്ള ശക്തമായ ഭരണവിരുദ്ധ വികാരവും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാതിരിക്കാൻ ഭൂരിപക്ഷ വോട്ടുകൾ 3ആയി വിഘടിപ്പിക്കുക എന്നതാണ് ഈ പുതിയ കൂട്ടുകെട്ടിന്റെ പ്രധാന അജണ്ട.